സ്വന്തം വീട്ടിലേക്കുള്ള വഴി ഗൂഗിളിനോട് ചോദിക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥ. ഹലോ, സത്യേട്ടാ, വഴി തെരഞ്ഞു നിൽക്കുകയാണ്. സത്യേട്ടാ, വഴി തെരഞ്ഞു നിൽക്കുകയാണ്. വഴി എന്താ തെരയാനുള്ള വഴിയല്ലേ? ആ വഴിയല്ല, എന്റെ വീട്ടിലേക്കുള്ള വഴി. വീട്ടിലേക്കുള്ള വഴിയോ? ആന്ന്. രാവിലെ ഞാൻ പെരേന്നിറങ്ങുമ്പോ എന്റെ വീട്ടിന് മുന്നിലുള്ള റോഡ് അവിടെ ഉണ്ട്. വൈകുന്നേരം ഞാൻ തിരിച്ചെത്തിയപ്പോ എന്റെ വീട്ടിന് മുന്നിലുള്ള റോഡില്ല. അതെ, ആ റോഡൊക്കെ ആകെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കല്ലേ മറ്റേ വാട്ടർ അതോറിറ്റിക്കാര്. ജനദ്രോഹല്ലേ സത്യേട്ടത്? ജനദ്രോഹാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർ അവരുടെ പരിപാടികൾ അങ്ങനെ ചെയ്തോണ്ട്. വീട്ടിന്റെ മുന്നിലുള്ള റോഡ് മാത്രമല്ല, നിങ്ങൾ ഹൈസ്കൂളിന്റെ മുന്നിലുള്ള റോഡ് പോയി കണ്ടു നോക്കി. കഴിഞ്ഞ ആഴ്ചയാണ് ആ റോഡിന്റെ പണി തീർത്ത്. അത് ഇന്നലെ വന്ന് കുത്തിപ്പൊളിച്ചിക്കണം. അതെ, ആ ബീച്ച് സൈഡിലുള്ള റോഡ് കുത്തിപ്പൊളിച്ചിക്കണം. അതെ, ഭയങ്കര കഷ്ടാട്ടോ. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ പെരയിലേക്ക് വണ്ടി കയറ്റാന്ന് അറിയില്ല. അതപ്പോ ഗൂഗിളിൽ നോക്കുക, വേറെ വഴി ഉണ്ടോ നോക്കുക. ഞാൻ അല്ല, ആ രണ്ട് വഴി അടച്ചു കിടക്കുകയാണല്ലോ, പിന്നെ ഇപ്പൊ എങ്ങനെ നീ വണ്ടി കയറ്റും? അതല്ല ഞാൻ പറഞ്ഞത്. കുടുങ്ങി നിൽക്കുക ഞാൻ. അപ്പോ നിങ്ങളൊരു വഴി പറഞ്ഞു തരി. ഞാൻ എന്ത് വഴിയാ പറഞ്ഞിരുന്നേ? എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തോ. അതൊരു ഐഡിയ ആണല്ലോ അല്ലേ? സർവീസിന് കൊടുക്കാന്നല്ലേ? സർവീസിന് കൊടുത്തു, അതാ നന്നാവുക. അല്ല, പെട്ടെന്നൊരു അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് തോന്നി ഞാൻ കുടുങ്ങിപ്പോകും. അത് വലിയ പ്രശ്നം. ഇത് എന്നാ ഒരു മൂടാന്നറിയില്ലല്ലോ. സത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്തും തമ്മിലൊരു യുദ്ധം ഇവിടെ നടക്കേണ്ടതാണ്. കാരണം പൊതുമരാമത്ത് റോഡ് ഉണ്ടാക്കി വെക്കുക, വാട്ടർ അതോറിറ്റി വന്ന് അത് കീറി പൊളിക്കുക, ഓരുണ്ടാക്കി വെക്കുക, ഇവര് വന്ന് കുത്തി അളക്കുക. ഇതല്ലേ നടക്കണത്? ശരിയാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം ഇതിൽ സംശയിക്കുന്നുണ്ട്. എന്താ? അതായത് നിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. പക്ഷെ എന്തായാലും ഈ ഒരു പ്രതിഷേധം ഞാനൊരു കവിതയാക്കി മാറ്റിയിട്ടുണ്ട് ചേട്ടാ. അതല്ലേ? നന്നായി. ആ കവിത ഞാനൊന്ന് പാടിത്തരാം. സമയമില്ല. അപ്പൊ ശരി. അല്ല, എനിക്ക് കോയനെ കാണേ. സത്യമായിട്ട് ആ കവിത കേട്ടിട്ട് പോയാൽ മതി. ഇത് പ്രതിഷേധമാണ്. സമയം പോട്ടെ. അങ്ങനെ പറയരുത്. കോയെ കാണാൻ സത്യമായിട്ട് ആ പ്രതികരണ ശേഷി നഷ്ടപ്പെടാൻ പാടില്ല. പ്രതികരിച്ചോ? അല്ലല്ല, പ്രതികരിക്കുമ്പോ സത്യയുടെ കൂടെ സത്യയുടെ ഇത്ര മാത്രം ചെയ്താൽ മതി. എന്റെ മൊബൈൽ പിടിക്കും. ഇത് വീഡിയോയിലാക്കിണ്ടേ. ഇവിടേക്ക് ഈ വണ്ടി ഫ്രെയിമിൽ വരണ്ട. ഞാനിത് ഇവിടെ നിൽക്കും. ഇവിടെ വന്നിട്ട് ഞാൻ ആ കവിത പാടും. അപ്പൊ സത്യയുടെ അത് പകർത്തുക കേട്ടോ. അപ്പൊ സത്യയുടെ പകർത്തുമ്പോഴേ സത്യയുടെ എന്റെ മുഖത്തിന്റെ അടുത്തേക്ക് വരണം, ഇങ്ങനെ അകന്നും പോണം. അങ്ങനെയൊക്കെയുള്ള ഫ്രെയിം ആയിരിക്കണം കേട്ടോ. റെഡി? റോഡവിട മക്കളെ, വഴിയവിട മക്കളെ, റോഡില്ല വഴിയില്ല കുഴിയാണ് മക്കളെ, നായിന്റെ മക്കളെ. അതെ, ഇത് നായിന്റെ മക്കള്. അങ്ങനെ ഉണ്ടല്ലേ? അത് കട്ട് ചെയ്യുക. അങ്ങനെ ചോദിച്ചു. കവിത മാത്രം മതി. ഒന്നും എടുത്തോളി. റെഡിയാണേ? റോഡവിട മക്കളെ, വഴിയവിട മക്കളെ, റോഡില്ല കുഴിയില്ല വഴിയില്ല മക്കളെ, നായിന്റെ മക്കളെ. ഓഫാക്കി. ഉണ്ട് സാധനം ഉണ്ട്. ഇത് ഫേസ്ബുക്കിലിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലായിട്ട് വൈറലായാലുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത്. ഞാൻ താഴ്ത്തി വെക്കാം. ക്യാമറ സത്യമായിട്ടാണെന്ന് ഞാൻ വെക്കാം. എന്റെ കൂടെ എങ്കിലും ഫേമസ് ആവട്ടെ. നന്നായി. കാരണം യുവതലമുറ പ്രതിഷേധിക്കുന്നത് എല്ലാരും ഒന്ന് കാണണം. റോഡവിട മക്കളെ, വഴിയവിട മക്കളെ, റോഡില്ല കുഴിയില്ല വഴിയില്ല മക്കളെ, നായിന്റെ മക്കളെ. എന്താ ഈ ഇറച്ചപ്പീടിയയില് പോത്തും തല്ല വെച്ചേക്കണമാതിരി ഇവിടെ അങ്ങനെ വന്ന് കുത്തിയിരിക്കണത്? അങ്ങടെ അകത്തേക്ക് അഞ്ചു പോയി കൈ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പിന്നെ എനിക്കൊരു സമാധാനമില്ല. എന്നാ ഈ കേട്ടോ, എന്റെ തലയിലേക്ക് ഒരു ഉപഗ്രഹം വീണ്. ഇപ്പൊ സർക്കാർ പറയണ ഞാനത് മുകളിലേക്ക് കയറ്റി വെക്കണം. സാധിക്കും എനിക്ക്? എന്താ പറ്റിയത്? ഒന്നും പറ്റില്ല. നിങ്ങൾ കയറി കുത്തി വെച്ചാ ഞങ്ങൾ ആ പേടിച്ചു പോയില്ലപ്പാ. പേടിച്ചു പോയില്ല. നിങ്ങളെ കാര്യം കേട്ടിട്ട് ഇതെന്താന്ന് അറിയില്ല, ചോദിച്ചിട്ടൊന്നും പറയണൂല്ല. അപ്പൊ അവിടെ കടയിലെ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. കിണറ്റിന്ന് കയറ്റിയ പയ്യന്റെ മാതിരി ഇങ്ങനെ ബഗല് പിടിച്ചിട്ടാണ് കോയൊക്കെ പോയതെന്ന്. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല.
എന്തേലും ഒന്നുമില്ല സുമേശേട്ടാ, ചെക്കൻ്റെ കായ് വന്നില്ല. അതല്ലാട്ടാ ഞാൻ വിഷമം കൊണ്ട് ഇക്കൊരു വിഷമില്ല. ഈ പെണ്ണോരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയിട്ട്. സത്യ എന്റെ സ്വഭാവം എനിക്കറിയാലോ. പൊതുമുതൽ ആരെങ്കിലും നശിപ്പിച്ചു എന്ന് കേട്ടൊരു ഹാലും കിട് കേറും. അത് എവിടുന്നാ വരുന്ന നിക്കന്നെ അറിയില്ല. അപ്പൊ അതാണ് കാര്യം. ആ സ്ട്രീറ്റ് ലൈറ്റ് ആരെങ്കിലും ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ തന്നെ ഓഫ് ചെയ്യല്. അതെ, വെളുപ്പാൻ കാലത്ത് മഞ്ഞത്ത് എണിച്ച് പോവും. ഞാൻ അത്ര പറഞ്ഞാലും കേൾക്കൂല. ആ ലൈൻമാന്മാർ ആരെങ്കിലും ഓഫ് ചെയ്തോളൂല്ലേ? 11 മണിക്ക് വന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാൻ ലൈൻമാന്മാര്. പിന്നെ ഇപ്പൊ ഇത് ഇളകാൻ മാത്രം എന്താ പ്രശ്നം? എന്തിളകാൻ? അല്ല മറ്റേ ഈ ഇവിടുന്നേ കവലയിലെ ആൾക്കാർ ഇങ്ങനെ പറയാൻ മാത്രം. അതേ ആ. സത്യ. ഓ, എന്റെ വാപ്പ എങ്ങനെ മരിച്ചെന്ന് അറിയാൻ എനിക്ക്? അത് ശ്വാസം മുട്ടിയിട്ടാണല്ലോ. എന്നാ അങ്ങനല്ല. അപ്പോ ശ്വാസം മുട്ടിയിട്ട് ഇരിക്കണ സമയത്തൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി വിളിച്ചപ്പോ നമ്മുടെ ഈ ബൈക്ക് ഒരു വണ്ടിയാ വരൂല എന്നാ. എന്താ കാര്യം? എന്താ കാര്യം? കച്ചേളിയും തൂറും കുണ്ടും കൊയ്യായിട്ട് കിടക്കാണ് നമ്മുടെ റോഡ്. ഇപ്പൊ കാണുന്ന ഈ കോലത്തിലാക്കിയത് നമ്മളൊക്കെ പാടെ സമരം ചെയ്തിട്ടാ. ഈ റോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നാടിന്റെ ഒരു സ്ഥിരകളാണത്. ജീവനാട്യ. അതെ. അത് തകർന്ന കഴിഞ്ഞ്. അപ്പൊ അങ്ങനെ വരട്ടെ. അതാണ് കാര്യം. നമ്മുടെ ആ മാമ്പറ്റ റോഡില്ലേ, മാമ്പറ്റ റോഡ് ടാർ ചെയ്തിട്ട് ഇപ്പൊ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. ഇപ്പൊ വാട്ടർ അതോറിറ്റിക്കാരോട് വന്നിട്ട് അതിന്റെ സൈഡ് മുഴുവൻ അങ്ങോട്ട് മാന്തി പൊളിച്ചിട്ട് ആകെ താറ് മാറാക്കിയിട്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടുള്ള എന്റെ ഹാലാണ്. അല്ലേ കോയക്ക? അതന്നെ. കണ്ടോ, ഇന്റെ വാപ്പങ്ങളോട് ചോദിക്കുമ്പോ അതൊന്ന് പറഞ്ഞൂടായിരുന്നോ? ഞാൻ വെറുതെ ആദ്യം പിടിച്ചില്ലേ? പോട്ടെ. ഓരോ ഇടങ്ങറ്. ഏടോ ചെങ്ങായിച്ചൊന്ന് ആലോചിച്ച് നോക്കണ്ട. ഈ വാട്ടർ അതോറിറ്റിക്കാർക്കും ഈ പൊതുമരാമത്തുകാർക്കും എന്താ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവൂലേ? മലയാളം എല്ലാവരും പറയണേ. അവർക്ക് പറഞ്ഞൂടെ, നിങ്ങള് ഇത് പൊളിക്കുണ്ടോ, നിങ്ങൾക്ക് പൈപ്പ് എന്തെങ്കിലും ഇടാണ്ടുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് ഞങ്ങളെ അറിയിക്കും. എന്നാ അതിന് ശേഷം ഈ ടാർ ചെയ്താൽ മതിയല്ലോ. പൊതുജനങ്ങളുടെ കാര്യം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം അവർക്ക് തോന്നിയ മാതിരി അങ്ങോട്ട് ചെയ്യാം, പിന്നെ മറ്റോരോ ഒന്ന് അവർക്ക് തോന്നിയത് ചെയ്യാ. ഇത് നശിച്ച പിന്നെ നേരാക്കണോ? നമ്മുടെ പോക്കറ്റിലെ കായി പോണേ ആ മിക്കങ്ങള്. ആരാണ് നമ്മൾ പറയണത്? ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ അമ്പലക്കണ്ടി റോഡിലാണ്. അമ്പലക്കണ്ടി റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ശോചനീയ അവസ്ഥ കണ്ടില്ലേ നിങ്ങള്? തൊട്ട് മുമ്പുള്ള ഒരു കട്ടറിൽ വീണിട്ട് എന്റെ കാലിന്റെ പരിപ്പെടുത്തിക്കണിപ്പോ. കാലോട് ശരിക്കും നിൽക്കാൻ വയ്യ. അപ്പൊ ആ പ്രതിഷേധമാണ് ഞാനിവിടെ കാണിക്കുന്നത്. പൊയ്ക്കോളി. അമ്പലക്കണ്ടി റോഡിന്റെ അവസ്ഥ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല റോഡിന്റെ അവസ്ഥ ഇതാണ്. ഈ അവസ്ഥകളൊന്ന് കാണണം, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. റീത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇത് കണ്ടോ, ഇതിലെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ കാലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ ഇനി ഞാൻ നിങ്ങൾക്കായിട്ടൊരു കവിത ആലപിക്കുകയാണ്. റോഡിന്റെ സംസ്കാര ചടങ്ങു കഴിഞ്ഞു, ഇനി റോഡില്ല, കുഴിയില്ല, നമ്മളില്ല. പൊതുമരാമത്ത് പുതുക്കി പണിത റോഡ് വാട്ടർ അതോറിറ്റി വെട്ടിമുറിച്ചു, ഇനി റോഡില്ല, റോഡിന്റെ സംസ്കാരം കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, എന്റെ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇനി ഞാൻ വൈകുന്നേരം വീണ്ടും ഫേസ്ബുക്ക് ലൈവിൽ വരുന്നതായിരിക്കും. ബൈ മൊയ്തു. അല്ല മൊയ്തു, എന്താ പരിപാടി? അവിടുത്തെ കിടങ്ങിലൊന്ന് വീണ്. അതെ. ഞാനും എന്റെ സ്കൂട്ടർ കൂടി വീണിട്ട് കാലിൽ നല്ല പണിയാ. അയ്യോ. അപ്പൊ തന്നെ നമ്മുടെ ദാമോരേട്ടന്റെ പീടിയെന്ന് റീത്ത് മേടിച്ചിട്ട് പ്രതിഷേധ ഫേസ്ബുക്കിൽ അറിയണം, നാട്ടുകാർ മുഴുവൻ അറിയണം.